പോലീസ് കസ്റ്റഡിയിലുണ്ടാകുന്ന മരണങ്ങൾ വളരെയധികം ജനശ്രദ്ധ ആകർഷിക്കുക മാത്രമല്ല, പോലീസിനെക്കുറിച്ച് മോശമായ പൊതുജനാഭിപ്രായം ഉണ്ടാക്കുവാനും ഇടയാക്കുന്നു. എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ 3-4 ലോക്കപ്പ് മരണങ്ങളിൽ പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം പങ്കെടുത്ത പോസ്റ്റ്മോർട്ടങ്ങളിലൊന്ന് തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ വച്ചുണ്ടായ ഒരു ലോക്കപ്പ് മരണത്തിൻ്റെതായിരുന്നു. വിക്രമനാചാര്യയുടെ മരണം. ഫോറൻസിക് മെഡിസിൻ വകുപ്പിൽ ട്യൂട്ടറായി ജോലിയിൽ പ്രവേശിച്ചിട്ട് ഏറെ നാളായിട്ടില്ല. പ്രൊഫസർ കന്ദസ്വാമിയുടെ ശിഷ്യത്വത്തിൽ എല്ലാത്തരം മെഡിക്കോ ലീഗൽ കേസുകളും കൈയാളാനുള്ള പരിശീലനം നടക്കുന്ന കാലം. പോലീസ് കസ്റ്റഡിയിൽ വെച്ച് മരണപ്പെട്ട ഒരു പാവപ്പെട്ടവൻ്റെ മൃതശരീരം പോസ്റ്റ്മോർട്ടം ചെയ്ത അനുഭവം ഒരിക്കലും മറക്കാനാവില്ല. കസ്റ്റഡി മരണം അതിനു മുൻപ് അധികമൊന്നും ഉണ്ടായിട്ടില്ല. ഒരു കേസിൽ പ്രതിയായ 45-കാരനായ വിക്രമനാചാരി എന്നൊരാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലടച്ചു. ലോക്കപ്പിൽ വെച്ച് അയാൾക്ക് കഠിനമായ നെഞ്ചുവേദന അനുഭവപ്പെട്ടു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ ഉടൻ തന്നെ പോലീസ് ജീപ്പിൽ അയാളെയും കൊണ്ട് ഫോർട്ട് ആശുപത്രിയിലേക്ക് പാഞ്ഞു. ഇനി ചികിത്സിക്കേണ്ടതില്ലെന്നും ആൾ മരിച്ചു കഴിഞ്ഞെന്നുമാണ് ഡോക്ടർ പോലീസുകാരോട് പറഞ്ഞത്. പോലീസ് മർദ്ദനം കൊണ്ടാണ് വിക്രമനാചാരി മരിച്ചതെന്നായിരുന്നു ബന്ധുക്കളുടെയും പ്രതിപക്ഷ കക്ഷികളുടെയും ആരോപണം. പിറ്റേ ദിവസം RDO പ്രേതവിചാരണ നടത്തി. വൈകാതെ ജഡം മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലെത്തിച്ചു. പ്രതിപക്ഷം അപ്പോഴേക്കും ശക്തമായ പ്രക്ഷോഭം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്കായി പ്രൊഫസർ കന്ദസ്വാമിയോടൊപ്പം ഞാനും കൂടി. ലോക്കപ്പ് മരണം അന്വേഷിക്കുക, മുഖ്യമന്ത്രി രാജിവെക്കുക എന്നിങ്ങനെ മുദ്രാവാക്യം മുഴക്കുന്ന 1000-ഓളം പേർ വരുന്ന ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെയാണ് ഞങ്ങൾ മോർച്ചറിയിലേക്ക് കയറിയത്. പോലീസുകാർ വിക്രമനാചാരിയെ ഇടിച്ചു കൊന്നതാണെന്ന് നാടൊട്ടുക്ക് സംസാര വിഷയമുണ്ടായിരുന്നതിനാൽ അതീവ ജാഗ്രതയോടെയാണ് ഞങ്ങൾ പോസ്റ്റ്മോർട്ടം തുടങ്ങിയത്. തലമുടി നാരിഴ മുതൽ കാൽപാദം വരെ ഞങ്ങൾ അരിച്ചു പെറുക്കി പരിശോധിച്ചു. അടിയുടെയോ ഇടിയുടെയോ യാതൊരു ലക്ഷണവും കാണാൻ കഴിഞ്ഞില്ല. സാധാരണഗതിയിൽ ഇടിയേൽക്കാൻ സാധ്യതയുള്ള ശരീരഭാഗങ്ങളിലെ തൊലിയുടെ ഓരോ അടുക്കും കീറിമുറിച്ച് സൂക്ഷ്മമായി പരിശോധിച്ചിട്ടും ലോക്കപ്പ് മരണത്തിൻ്റെ തെളിവൊന്നും കിട്ടിയില്ല. എങ്കിൽ പിന്നെ എന്താണ് മരണകാരണം? ആന്തരിക അവയവങ്ങളുടെ പരിശോധന ആരംഭിച്ചു. ആചാരിക്ക് ലോക്കപ്പിൽ വെച്ച് നെഞ്ചുവേദന ഉണ്ടായി എന്ന് പ്രേതവിചാരണ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരുന്നതിനാൽ ഹൃദയം വിശദമായി പരിശോധിച്ചു. മരിച്ചയാളുടെ പ്രധാനപ്പെട്ട ഹൃദയധമനിയിൽ രക്തം കട്ട പിടിച്ചു കിടക്കുന്നു. ഹൃദയത്തിൻ്റെ ധമനികളുടെ വ്യാസം ധമനി രോഗം മൂലം വളരെയേറെ ചുരുങ്ങിയിരിക്കുന്നു. മരണകാരണം ഹൃദ്രോഗമാണെന്ന് സംശയാതീതമായി വ്യക്തമായി. മോർച്ചറിയിൽ നിന്നും ഞാനും പ്രൊഫസർ കന്ദസ്വാമിയും പുറത്തേക്കിറങ്ങി. ജനക്കൂട്ടം ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഉരുട്ടിക്കൊലയാണോ എന്നറിയാനുള്ള ഉദ്യോഗത്തിലായിരുന്നു ഏവരും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനും ബന്ധപ്പെട്ട പോലീസ് ഇൻസ്പെക്ടർക്കും മാത്രമേ നൽകാവൂ എന്നതാണ് നിയമം. മറ്റാരോടും വെളിപ്പെടുത്തിക്കൂടാ. പക്ഷേ ശുദ്ധഗതിക്കാരനായ പ്രൊഫസർ കന്ദസ്വാമി മുന്നിൽ കണ്ട ചില നേതാക്കളോട് മരണകാരണം വെളിപ്പെടുത്തി. ഞങ്ങളും പോലീസും ഒത്തുകളിച്ചെന്നായി പിന്നത്തെ ആരോപണം. ഭാഗ്യമെന്ന് പറഞ്ഞാൽ മതി, ജനക്കൂട്ടത്തിൻ്റെ രോഷത്തിൽ നിന്നും ഒരുവിധം ഞങ്ങളന്ന് രക്ഷപ്പെടുകയായിരുന്നു. പിറ്റേ ദിവസം എല്ലാ പത്രങ്ങളിലും വിക്രമനാചാര്യയുടെ കൊലപാതകം വളരെ വിശദമായി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഡോക്ടർ കന്ദസ്വാമിയെ നിശിതമായി വിമർശിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ എന്നെ അസ്വസ്ഥനാക്കി. കൊറോണറി ത്രോംബോസിസ് എന്ന മരണകാരണം ഫോറൻസിക് വിദഗ്ധന്മാരെ കളിയാക്കുവാനുള്ള ഒരു പദപ്രയോഗമായി മാറി. തനിനിറം എന്ന പത്രത്തിൽ ഡോക്ടർ കന്ദസ്വാമിയെ പരിഹസിച്ച് വരച്ച PK മന്ത്രിയുടെ കാർട്ടൂണുകൾ വരെ പ്രത്യക്ഷപ്പെട്ടു. ഫോറൻസിക് മെഡിസിൻ വകുപ്പിൽ ഇനിയും തുടരണമോ എന്ന് ആലോചിക്കണമെന്ന് എൻ്റെ അച്ഛൻ എന്നോട് ഉത്കണ്ഠയോടെ പറഞ്ഞു. സത്യം അംഗീകരിക്കപ്പെടാത്തതിൽ ദുഃഖം തോന്നിയെങ്കിലും സത്യത്തിനു വേണ്ടി എപ്പോഴും നിലകൊള്ളണമെന്നും ആരോപണങ്ങളെ സധൈര്യം നേരിടണമെന്നുമുള്ള ഒരു വാശിയാണ് എനിക്കുണ്ടായത്. ഇന്നുവരെ ആ പന്ഥാവിൽ നിന്നും തെല്ലും വ്യതിചലിച്ചിട്ടില്ല എന്ന് ഞാൻ അഭിമാനത്തോടെ പറയട്ടെ. കുഴഞ്ഞു വീണ മരണങ്ങൾ. വർഷങ്ങൾക്ക് ശേഷം എനിക്ക് വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മരണമടഞ്ഞ ഒരു വൃദ്ധൻ്റെ മൃതദേഹ പരിശോധന നടത്തേണ്ടി വന്നു. അന്ന് ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അസോസിയേറ്റ് പ്രൊഫസറായി ജോലി നോക്കുകയായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി ചെന്ന ഒരു വൃദ്ധൻ അവിടെ കുഴഞ്ഞു വീണു. അയാളെ ഉടൻ തന്നെ പോലീസ് ജീപ്പിൽ കയറ്റി അടുത്തുള്ള ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വൈകുന്നേരം 5 മണി കഴിഞ്ഞതിനാൽ അന്ന് പ്രേതവിചാരണയും പോസ്റ്റ്മോർട്ടവും നടത്താൻ കഴിഞ്ഞില്ല. പിറ്റേ ദിവസത്തെ പത്രങ്ങളിലെല്ലാം വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിലെ മരണത്തെക്കുറിച്ച് വിശദമായ വാർത്തകൾ ഉണ്ടായിരുന്നു. എൻ്റെ സീനിയറായ പ്രൊഫസർ ജയപാലന് പെട്ടെന്ന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനാൽ മൃതദേഹ പരിശോധന നടത്തേണ്ട ചുമതല എനിക്കായി. ഹോണറേറിയവും പോലീസ് സർജൻ എന്ന പദവിയും പോലീസ് വാഹനവും നൽകിയിട്ടുണ്ട്. അതിനാൽ പൊതുജനങ്ങളിൽ പലരും ഈ ഡോക്ടർമാർ പോലീസിൻ്റെ ആജ്ഞാനുവർത്തികളാണെന്നും
അവരെ സഹായിക്കുന്നവരാണെന്നും തെറ്റിദ്ധരിക്കാറുണ്ട് വക്കീലന്മാരിൽ ചിലരും. എന്നാൽ വിശദമായ മൃതദേഹ പരിശോധന നടത്തി ശരിയായ മരണകാരണം നൽകുമെന്നതിനാൽ കോടതികൾക്ക് ഫോറൻസിക് വിദഗ്ധരെക്കുറിച്ച് മതിപ്പാണ്. എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഒരിക്കൽ പോലും പോലീസിൻ്റെയോ രാഷ്ട്രീയക്കാരുടെയോ അവിഹിതമായ സ്വാധീനമോ ഇടപെടലോ ഉണ്ടായിട്ടില്ല. ഞാൻ വൃദ്ധൻ്റെ ദേഹം വിശദമായി പരിശോധിച്ചു. മർദ്ദനത്തിൻ്റെ ഒരു ലക്ഷണവും കാണാൻ കഴിഞ്ഞില്ല. ഹൃദയത്തിലെ രക്തക്കുഴലുകളിൽ കൊഴുപ്പടിഞ്ഞ് അവയുടെ വ്യാസം വളരെ കുറഞ്ഞിരുന്നു. പ്രധാനപ്പെട്ട കൊറോണറി ധമനികളിൽ 80% അടവുണ്ടായിരുന്നു. ശരീരത്തിലെ മറ്റ് അവയവങ്ങൾക്കൊന്നും രോഗമോ കേടുപാടുകളോ ഉണ്ടായിരുന്നില്ല. ഹൃദ്രോഗമാണ് മരണകാരണം എന്ന് ഞാൻ റിപ്പോർട്ട് ചെയ്തു. അന്ന് പ്രതിപക്ഷത്തായിരുന്ന പാർട്ടിയിലെ ചില നേതാക്കൾക്കും എന്നെ അറിയാമായിരുന്നു. എൻ്റെ പരിശോധനയിൽ വിശ്വാസ്യത തോന്നിയതിനാലാവാം മരണത്തെ സംബന്ധിച്ച് നടന്ന പ്രതിഷേധ യോഗങ്ങളിലൊന്നും എന്നെക്കുറിച്ച് മോശമായ ഒരു പരാമർശമുണ്ടായില്ല. പോലീസ് സ്റ്റേഷനുകളിൽ കുഴഞ്ഞു വീണ് മരിക്കുന്ന സംഭവങ്ങളുടെ എണ്ണം കൂടി വരികയാണ് എന്ന് തോന്നുന്നു. ഇത്തരം മരണകാരണങ്ങൾക്ക് പലപ്പോഴും പോലീസ് കർമ്മണ ഉത്തരവാദികൾ അല്ലെങ്കിലും വാച ഉത്തരവാദികൾ ആണെന്നാണ് എൻ്റെ അഭിപ്രായം. പോലീസ് സ്റ്റേഷനിൽ പ്രതിയായോ വാദിയായോ എത്തുന്ന ഒരു വ്യക്തി മാനസികമായി വലിയ പിരിമുറുക്കത്തിലായിരിക്കും. ഈ മാനസികാവസ്ഥ ശാരീരികമായ ചില പ്രതിപ്രവർത്തനങ്ങൾക്കും കാരണമാകും. അയാളുടെ രക്തസമ്മർദ്ദം വളരെയധികം വർദ്ധിക്കും, നാഡിമിടിപ്പ് കൂടും, അഡ്രിനൽ ഗ്രന്ഥിയിൽ നിന്നും അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ എന്നീ ഹോർമോണുകൾ വളരെയധികം ഉൽപ്പാദിപ്പിക്കപ്പെടും. ഈ സ്രവങ്ങൾ ഹൃദയത്തിൻ്റെ മിടിപ്പ് കൂട്ടുകയും താളം തെറ്റിക്കുകയും ഹൃദയധമനികളെ വല്ലാതെ ചുരുക്കുകയും ചെയ്യും. ഹൃദയത്തിൻ്റെ ധമനികൾക്കോ വാൽവുകൾക്കോ രോഗമോ തകരാറോ ഉള്ള ആളുകളിൽ ഈ പ്രതിപ്രവർത്തനങ്ങൾ മരണമുണ്ടാക്കും. ഇത് സ്ട്രെസ് കാർഡിയോ മയോപ്പതി അഥവാ ബ്രോക്കൺ ഹാർട്ട് സിൻഡ്രോം എന്നറിയപ്പെടുന്നു. ഉറ്റവരുടെ മരണവാർത്ത കേൾക്കുമ്പോഴും പെട്ടെന്ന് ഭയപ്പെടുമ്പോഴും മരണം സംഭവിക്കുന്നത് മുൻപറഞ്ഞ കാരണങ്ങളാലാണ്. എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഈ അവസ്ഥയെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. കേരള പോലീസിൻ്റെ പ്രമാണ സൂക്തം മൃദുഭാവേ ദൃഢകൃത്യേ എന്നാണ്. അതിൻ്റെ അർത്ഥം പെരുമാറ്റം സൗമ്യമായിരിക്കണമെന്നും കർത്തവ്യങ്ങളിൽ ഉറച്ചു നിൽക്കണമെന്നുമാണ്. ആർക്കും പോലീസ് സ്റ്റേഷനിൽ നിർഭയം ചെല്ലാമെന്നുള്ള അവസ്ഥ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. പൊതുജനങ്ങളോട് നല്ല പെരുമാറ്റം, സഭ്യമായ സംഭാഷണം എന്നിവ മാത്രം മതി പോലീസിന് ജനങ്ങളുടെ സ്നേഹാദരങ്ങൾ നേടാൻ. എനിക്ക് കൈകാര്യം ചെയ്യേണ്ടി വന്ന മറ്റൊരു കസ്റ്റഡി മരണം ലോക്കപ്പിൽ ഉണ്ടായിരുന്ന ഒരു പ്രതിയുടെ ആത്മഹത്യ ആയിരുന്നു. ചാത്തന്നൂർ പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിൽ ഉണ്ടായിരുന്ന ഒരു പ്രതിയെ ലോക്കപ്പിൻ്റെ അഴിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു. അന്ന് അവിടെ സബ് ഇൻസ്പെക്ടറായിരുന്ന കൈലാസനാഥിനെതിരെ ജനരോക്ഷമുണ്ടായി. പ്രതിഷേധം, ധർണ, ബസ് തടയൽ മുതലായ സമരപരിപാടികൾക്ക് നടുവിലാണ് സംഭവസ്ഥലം പരിശോധിക്കുവാനും മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തുവാനും വേണ്ടി ഞാൻ എത്തിയത്. RDOയും ഞാനും കൃത്യസ്ഥലമായ സ്റ്റേഷൻ ലോക്കപ്പ് പരിശോധിക്കാനെത്തിയപ്പോൾ ആദ്യം ചെയ്ത നടപടി സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന എല്ലാ പോലീസുകാരെയും അകറ്റി നിർത്തുക എന്നതായിരുന്നു. അവിടെ കൂടിയിരുന്ന ജനങ്ങൾ ഈ നടപടി പക്ഷാപാതരഹിതമായ ഒന്നായി കണ്ടു. വിശദമായ പരിശോധനയ്ക്ക് ശേഷം പ്രേതം കൊല്ലം ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി. അവിടെയുള്ള സീനിയർ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ ഞാൻ പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തി. ഇത് വളരെ സുതാര്യമായ ഒരു നടപടിയായിരുന്നു. ലോക്കപ്പിൻ്റെ അഴിയിൽ ഉടുമുണ്ടുപയോഗിച്ച് കെട്ടിത്തൂങ്ങി മരിച്ച ആ ചെറുപ്പക്കാരൻ്റെ ശരീരത്തിൽ മർദ്ദനത്തിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല. മോഷണക്കേസിൽ പിടിച്ച അയാളോട് തൊണ്ടി സാധനങ്ങൾ കണ്ടെടുക്കുന്നതിലേക്കായി പിറ്റേ ദിവസം പോകണമെന്ന് ഇൻസ്പെക്ടർ പറഞ്ഞിരുന്നു. ഒരുപക്ഷെ പീഡനമുണ്ടാകുമെന്ന ഭയത്തിനാലായിരിക്കണം അയാൾ ആത്മഹത്യ ചെയ്തത്. പരിശോധനാ വേളയിൽ ഉണ്ടായിരുന്ന എൻ്റെ സുഹൃത്തുക്കളായ ഡോക്ടർമാർക്ക് പരിശോധനയിൽ തൂങ്ങി മരണത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ച് ബോധ്യപ്പെടുത്തുവാനും എനിക്ക് കഴിഞ്ഞു. ഈ നടപടികൾ കൊണ്ടാവണം ഞാൻ നൽകിയ റിപ്പോർട്ടിനെക്കുറിച്ച് പ്രതികൂലമായ ഒരു പരാമർശവും ഉണ്ടാകാത്തത്. നമ്മുടെ പ്രവൃത്തികൾ സത്യസന്ധമായിരുന്നാൽ മാത്രം പോരാ, അവ സുതാര്യവുമായിരിക്കണം. വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനടുത്തുള്ള മജിസ്ട്രേറ്റ് കോടതി വരാന്തയിലാണ് വേറൊരു കസ്റ്റഡി മരണം നടന്നത്. വഞ്ചിയൂർ സ്റ്റേഷനിലെ 2 പോലീസുകാർ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഒരു പ്രതിയെ പിടിക്കുവാൻ പോയി. നിരവധി കേസുകളിൽ വാറണ്ട് ഉണ്ടായിരുന്ന അയാൾ പോലീസുകാരെ കണ്ടപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല. വീടിനുള്ളിൽ കയറി ഷർട്ട് ധരിക്കുവാൻ അവർ അവനെ അനുവദിച്ചു. അവനുമായി ഒരു ഓട്ടോറിക്ഷയിൽ പോലീസുകാർ വഞ്ചിയൂർ കോടതിയിലെത്തി. ഒരു പോലീസുകാരൻ മജിസ്ട്രേറ്റിനെ കാണാൻ കോടതിക്കുള്ളിലേക്ക് പോയി. മറ്റേയാൾ പ്രതിയുമായി വരാന്തയിൽ നിന്നു. അല്പം കഴിഞ്ഞപ്പോൾ പ്രതി കുഴഞ്ഞു വീണു. അയാളുടെ ശ്വാസം നിലച്ചിരുന്നു. പിന്നീടുണ്ടായ പൊതുജന രോക്ഷം അതിശക്തമായിരുന്നു. അന്ന് ഞാൻ കേരള പോലീസിൻ്റെ മെഡിക്കോ ലീഗൽ ഉപദേശകനായി ജോലി നോക്കുകയായിരുന്നു. മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റുന്നതിന് മുൻപ് ഞാൻ സ്ഥലത്തെത്തി മൃതദേഹം പരിശോധിച്ചു. മൃതദേഹത്തിൻ്റെ തൊലിക്ക് പിങ്ക് നിറമായിരുന്നു.
സൈനൈഡ് വിഷബാധയിലാണ് അത്തരം നിറവ്യത്യാസം കാണുന്നത്. കോടതി വരാന്തയിൽ വെച്ച് അയാൾ എങ്ങനെ സൈനൈഡ് കഴിച്ചു? പോലീസുകാർ ഓട്ടോറിക്ഷയിൽ കയറ്റുന്നതിന് മുൻപ് അയാളുടെ വസ്ത്രങ്ങളും ദേഹവും നന്നായി പരിശോധിച്ചിരുന്നതാണ്. പിന്നീട് പോസ്റ്റ്മോർട്ടം പരിശോധന നടന്നപ്പോഴാണ് അയാൾ പോലീസിന്റെ കണ്ണു വെട്ടിച്ചുവെന്ന് മനസ്സിലായത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ശ്രീകുമാരി നടത്തിയ പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ അയാളുടെ ആമാശയത്തിൽ ചവച്ചരയ്ക്കാത്ത ഒരു വെറ്റിലയും സൈനൈഡിന്റെ മണവും ഉണ്ടായിരുന്നു. ഷർട്ട് ധരിക്കുവാൻ വീട്ടിനുള്ളിൽ കയറിയ അയാൾ അവിടെ സൂക്ഷിച്ചിരുന്ന സൈനൈഡ് പരൽ ഒരു വെറ്റിലയിൽ പൊതിഞ്ഞ് വായ്ക്കുള്ളിൽ സൂക്ഷിച്ചിരിക്കണം. കോടതി വരാന്തയിൽ വെച്ച് അത് വിഴുങ്ങിയിരിക്കണം. മരണകാരണം വെളിവായതോടെ പ്രതിഷേധം കെട്ടടങ്ങി. മദ്യവും വിറയ്ക്കുന്ന ഭ്രാന്തും. കുറ്റാന്വേഷണത്തിൽ അന്തർജ്ഞാനം, സഹജാവബോധം എന്നിവയ്ക്ക് സ്ഥാനമുണ്ടെങ്കിലും ശാസ്ത്രീയമായ യുക്തിവിചാരത്തിനാണ് പ്രഥമ സ്ഥാനം. അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്തിച്ചേരുന്ന അനുമാനങ്ങളും അഭ്യൂഹങ്ങളും സത്യം കണ്ടുപിടിക്കുവാൻ സഹായിക്കും. ചില അവസരങ്ങളിൽ ഇങ്ങനെ ഉരുത്തിരിയുന്ന സിദ്ധാന്തങ്ങൾക്ക് നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള തെളിവുണ്ടായെന്ന് വരില്ല. ഇപ്രകാരം ഒരു ലോക്കപ്പ് മരണത്തെക്കുറിച്ച് വിദഗ്ധാഭിപ്രായം നൽകിയതിൻ്റെ പേരിൽ എനിക്ക് അനുഭവിക്കേണ്ടി വന്ന മനക്ലേശത്തിൻ്റെ കഥ പറയാം. ചങ്ങനാശ്ശേരിക്കാരനായ ഒരു യുവാവ് ഗുജറാത്തിൽ ഒരു ടയർ വൾക്കനൈസിംഗ് കട നടത്തുന്നുണ്ടായിരുന്നു. അയാൾ അവധിക്കാലത്ത് നാട്ടിലേക്ക് ട്രെയിൻ മാർഗം യാത്ര തിരിച്ചു. കൂടെ 2-3 സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. നാട്ടിലുള്ള ഭാര്യയ്ക്കും കുട്ടികൾക്കുമുള്ള സമ്മാനങ്ങളും വാങ്ങിയിട്ടുണ്ട്. ദീർഘമായ ട്രെയിൻ യാത്രയിൽ ഒരു ദിവസം പിന്നിട്ടപ്പോൾ തന്നെ യുവാവിൽ ചില അസ്വസ്ഥതകൾ കൂട്ടുകാർ കണ്ടു. അയാൾ മാനസികമായി വല്ലാത്ത പിരിമുറുക്കത്തിലായിരുന്നു. ട്രെയിൻ തൃശ്ശൂരിൽ എത്തിയപ്പോഴേക്കും യുവാവ് ഒരു തരം മതിഭ്രമം ബാധിച്ച നിലയിലായിരുന്നു. ട്രെയിൻ ഒല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ യുവാവ് ട്രെയിനിൽ നിന്നും ഇറങ്ങി എങ്ങോട്ടെന്നില്ലാതെ ഓടിപ്പോയി. അപ്പോഴേക്കും ട്രെയിൻ നീങ്ങിത്തുടങ്ങിയതിനാൽ കൂട്ടുകാർക്ക് ഒന്നും ചെയ്യാനായില്ല. അവർ അടുത്ത സ്റ്റേഷനിൽ വിവരമറിയിക്കുകയും യുവാവിൻ്റെ പെട്ടിയും മറ്റും അയാളുടെ വീട്ടിൽ എത്തിക്കുകയും ചെയ്തു. ഓടിപ്പോയ യുവാവ് രാത്രിയായപ്പോൾ ഒല്ലൂരിലുള്ള ഒരു വീട്ടിൽ ചെന്ന് കയറി. അവിടെ ബഹളം വെച്ചപ്പോൾ വീട്ടുകാർ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തു. ഒരു ഹെഡ് കോൺസ്റ്റബിളും വന്ന് യുവാവിനെ ജീപ്പിൽ കയറ്റി ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. ബുദ്ധിഭ്രമം ബാധിച്ചവനെ പോലെ അക്രമാസക്തനായിരുന്ന യുവാവിനെ അവർ ലോക്കപ്പിലടച്ചു. സബ് ഇൻസ്പെക്ടർ പിറ്റേ ദിവസം രാവിലെയാണ് സ്റ്റേഷനിലെത്തിയത്. ലോക്കപ്പ് തുറന്നു നോക്കിയപ്പോൾ യുവാവ് ചലനമറ്റ് കിടക്കുന്നതായി കണ്ടു. ഉടൻ തന്നെ അയാളെ അടുത്തുള്ള ആശുപത്രിയിലെത്തിച്ചു. ഡോക്ടർ പരിശോധിച്ചിട്ട് അയാൾ മരിച്ചുപോയതായി പറഞ്ഞു. നിയമ നടപടികൾക്ക് ശേഷം മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തി. പോലീസ് മർദ്ദനം കൊണ്ടാണ് യുവാവ് മരിച്ചതെന്നായിരുന്നു ബന്ധുക്കളുടെ ആരോപണം. വിശദമായ പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ ശരീരത്തിൽ ഒരു പോറൽ പോലും കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ മരണത്തിന് ഹേതുവായ കാരണങ്ങളും ഉണ്ടായിരുന്നില്ല. രാസപരിശോധനയിൽ വിഷമോ മദ്യമോ മയക്കുമരുന്നുകളോ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. തലച്ചോറിന് ചെറിയ തോതിൽ നീർവീക്കം മാത്രമായിരുന്നു ആന്തരിക അവയവങ്ങളിൽ കണ്ടുപിടിക്കാൻ കഴിഞ്ഞ ഏക വ്യത്യാസം. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. ക്രൈംബ്രാഞ്ചിലെ DYSP അന്വേഷണം തുടങ്ങി. നിരവധി സാക്ഷികളെ കണ്ട് ചോദിച്ചതിൽ നിന്നും പോലീസ് മർദ്ദിച്ചതായി തെളിവൊന്നും ലഭിച്ചില്ല. മതിഭ്രമം ബാധിച്ചവനെ പോലെ പെരുമാറിയതിനാലും വളരെ വൈകിയതിനാലും മാത്രമാണ് ലോക്കപ്പിൽ സൂക്ഷിച്ചതെന്ന് മനസ്സിലായി. യുവാവിനൊപ്പം യാത്ര ചെയ്തിരുന്ന സുഹൃത്തുക്കളെ കണ്ട് ചോദിച്ചപ്പോൾ 3 ദിവസം നീണ്ട യാത്രയിൽ 2-ാം ദിവസം മുതൽ അയാൾ മാനസിക വിഭ്രമത്തിന് ലക്ഷണങ്ങൾ കാണിച്ചിരുന്നുവെന്ന് പറഞ്ഞു. സമഗ്രമായ അന്വേഷണം നടത്തിയെങ്കിലും ശരിയായ നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ കഴിയാതെ വന്നപ്പോൾ IG-യുടെ നിർദ്ദേശപ്രകാരം കേസിന്റെ വിവരം എന്നോട് ചർച്ച ചെയ്യുവാനും എൻ്റെ അഭിപ്രായം ആരായുവാനുമായിട്ടാണ് DYSP വന്നത്. പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റും കേസ് ഡയറിയും അനുബന്ധ രേഖകളും പരിശോധിക്കുകയും അന്വേഷണ ഉദ്യോഗസ്ഥനുമായി ചർച്ചകൾ നടത്തുകയും ചെയ്തതിനു ശേഷം ഞാൻ ചില അനുമാനങ്ങളിൽ എത്തിച്ചേർന്നു. പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ മർദ്ദനത്തിൻ്റെ ലക്ഷണങ്ങൾ ഇല്ലായിരുന്നതിനാലും തലച്ചോറിൽ നീർവീക്കത്തിൻ്റെ ലക്ഷണങ്ങൾ കാണപ്പെട്ടിരുന്നതിനാലും മരണകാരണം തലച്ചോറിനെ ബാധിച്ച അസുഖമായിരിക്കുമെന്ന് എനിക്ക് തോന്നി. എന്നാൽ അത് സ്ഥാപിക്കണമെങ്കിൽ ചില വിവരങ്ങൾ കൂടി ലഭിക്കണം. ഞാൻ DYSPയോട് യുവാവിൻ്റെ വ്യക്തിജീവിതത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടു. യുവാവിന് മദ്യമോ മയക്കുമരുന്നുകളോ ഉപയോഗിക്കുന്ന ശീലമുണ്ടോ എന്നറിയണമായിരുന്നു. DYSP ഗുജറാത്തിൽ പോയി അന്വേഷിച്ചപ്പോൾ ഞാൻ ഊഹിച്ചതുപോലെ യുവാവിന് കടുത്ത മദ്യപാന ശീലമുണ്ടായിരുന്നു എന്ന വിവരം ലഭിച്ചു. അയാൾ ദിവസവും അമിതമായി മദ്യപിക്കുമായിരുന്നു. ഈ വിവരവും തലച്ചോറിലെ നീർവീക്കവും ചേർത്ത് ചിന്തിച്ചപ്പോൾ മരണകാരണത്തെപ്പറ്റി ശാസ്ത്രീയമായ ഒരു നിഗമനത്തിലെത്താൻ കഴിഞ്ഞു. മദ്യം സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരാൾ പെട്ടെന്ന് മദ്യപാനം നിർത്തിയാലോ ദിവസവും കുടിക്കുന്ന അളവിനേക്കാൾ കൂടുതൽ കുടിച്ചാലോ
അയാൾക്ക് ബുദ്ധിഭ്രമത്തിന് തുല്യമായ അവസ്ഥ ഉണ്ടാകും. അതോടൊപ്പം വിറയലും സന്നിയുമുണ്ടാകും. വിറയ്ക്കുന്ന ഭ്രാന്ത് എന്നാണ് ഈ അവസ്ഥയുടെ പേര്. മദ്യപാനം നിർത്തി 24 മുതൽ 72 മണിക്കൂറിനകം ലക്ഷണങ്ങൾ ആരംഭിക്കും. മതിഭ്രമം, ഉത്കണ്ഠ, ഉറക്കമില്ലായ്മ, മനംമറിപ്പ്, സന്നി, വിറയൽ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. സ്ഥിരം മദ്യപാനികളുടെ തലച്ചോറിലെ ചില രാസപ്രവർത്തനങ്ങളുടെ താളം തെറ്റാം. പെട്ടെന്ന് മദ്യം നിർത്തിയാൽ ഈ താളം തെറ്റൽ ശരീരത്തിലെ അഡ്രിനൽ ഗ്രന്ഥിയെ ഉത്തേജിപ്പിക്കുകയും അഡ്രിനാലിൻ എന്ന അന്തർസ്രാവം അമിതമായി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യും. ഇത് ഹൃദയത്തിൻ്റെ മിടിപ്പ് കൂട്ടും, രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കും, തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കും. മസ്തിഷ്കാഘാതവും ഹൃദയാഘാതവും സംഭവിക്കാം. ഈ അവസ്ഥയ്ക്ക് തക്ക സമയത്ത് ചികിത്സ നൽകിയില്ലെങ്കിൽ 35% പേരിൽ മരണം സംഭവിക്കുന്നു എന്നാണ് സ്ഥിതിവിവര കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ കേസിൽ സ്ഥിരം മദ്യപാനിയായ യുവാവിന് 3 ദിവസം നീണ്ടുനിന്ന ട്രെയിൻ യാത്രയിൽ മദ്യം ലഭിച്ചില്ല. അയാൾ പ്രകടിപ്പിച്ച ലക്ഷണങ്ങൾ എല്ലാം തന്നെ ഡെലിറിയം ട്രെമൻസിൻ്റേതായിരുന്നു. ഇത്തരത്തിലൊരു മരണം ഒരു ആശുപത്രിയിലുണ്ടായി. ഒരു സ്ഥിരം മദ്യപാനി ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി. ഓപ്പറേഷന് ശേഷം തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിച്ചിരുന്ന അയാൾ അടുത്ത ദിവസം അസ്വസ്ഥനായി ബഹളമുണ്ടാക്കി. ശരീരത്തിൽ ഘടിപ്പിച്ചിരുന്ന ട്രിപ്പ് കുഴലുകളെല്ലാം ഊരിക്കളഞ്ഞിട്ട് വെളിയിലിറങ്ങി ഓടി ഒരു ജനാലയിലൂടെ താഴേക്ക് ചാടി. 5ാമത്തെ നിലയിൽ നിന്നും ചാടിയതിനാൽ എന്ത് സംഭവിച്ചു എന്ന് പറയേണ്ടതില്ലല്ലോ. ഞാൻ വിശദമായി ഒരു അഭിപ്രായക്കുറിപ്പ് DYSPക്ക് നൽകി. അദ്ദേഹം അത് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അന്ന് ഹൈക്കോടതിയിലെ ഗവൺമെൻറ് പ്ലീഡറായിരുന്ന എൻ്റെ സുഹൃത്ത് ശ്രീ ജോസ് തെറ്റയിൽ എന്നെ അറിയിച്ചത് എന്താണെന്നോ, പോലീസുകാരെ രക്ഷിക്കാൻ വേണ്ടി റിപ്പോർട്ട് തയ്യാറാക്കി എന്ന് ആരോപിച്ച് എന്നെ കൂടി പ്രതിപ്പട്ടികയിൽ ചേർക്കണമെന്ന് കോടതി അഭിപ്രായപ്പെട്ടു അത്രേ. ശ്രീ ജോസിൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ 10ഓളം പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ നിന്നും ഡെലിറിയം ട്രെമൻസിനെക്കുറിച്ചുള്ള പ്രസക്ത ഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള ഒരു വിശദമായ റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിച്ചു. ഏതായാലും പ്രതിയാകാതെ ശ്രീ ജോസ് എന്നെ രക്ഷിച്ചു. ലോക്കപ്പിലെ ഉരുട്ടൽ. മർദ്ദനം കൊണ്ടുണ്ടായിട്ടുള്ള ലോക്കപ്പ് മരണങ്ങൾ വിരളമല്ല. എൻ്റെ സഹപ്രവർത്തകയായിരുന്ന ഡോക്ടർ ശ്രീകുമാരിയാണ് ഏറ്റവും കൂടുതൽ ലോക്കപ്പ് മരണങ്ങളിൽ മൃതദേഹ പരിശോധന നടത്തിയിട്ടുള്ളത്. ശ്രീകുമാരിയും ഞാനും കൂടി ഉരുട്ടൽ മൂലമുണ്ടാകുന്ന മരണത്തെക്കുറിച്ച് ഒരു ശാസ്ത്രീയ ലേഖനം ഫോറൻസിക് സയൻസ് ഇന്ത്യൻ അക്കാഡമിയുടെ ജേർണലിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. തികച്ചും നിരുപദ്രവകരമായ മർദ്ദനമുറ എന്ന നിലയ്ക്കാണ് ചില പോലീസ് സ്റ്റേഷനുകളിൽ ഉരുട്ടൽ നടക്കുന്നത്. ഇടിച്ചാൽ പാടുകളുണ്ടാവും, ചിലപ്പോൾ കാര്യമായ ക്ഷതമേൽക്കുകയും ചെയ്യും. എന്നാൽ ചില പോലീസുകാർ ധരിച്ചിട്ടുള്ളത് ഉലക്ക കൊണ്ടോ ഇരുമ്പ് പൈപ്പ് കൊണ്ടോ പ്രതിയുടെ കാലിലും തുടകളിലും ഉരുട്ടിയാൽ ഒരു പ്രശ്നവും വരില്ല എന്നാണ്. അസഹനീയമായ വേദനയിൽ പൊളയുമ്പോൾ ഏതു കൊലകൊമ്പനും സത്യം തുറന്നു പറയുമെന്ന വികലമായ ധാരണയാണ് അവരിൽ പലർക്കുമുള്ളത്. എന്നാൽ കത്തിക്കുത്ത് പോലും ഉരുട്ടിൻ്റെ അത്ര മാരകമല്ല എന്നതാണ് വസ്തുത. തുടയുടെ മുൻഭാഗത്ത് തൊലിയുടെ 1 ഇഞ്ച് താഴെ 2 പ്രധാന രക്തക്കുഴലുകളുണ്ട്. ഫെമറൽ ആർട്ടറി, ഫെമറൽ വെയിൻ എന്നിങ്ങനെയുള്ള ഈ രക്തക്കുഴലുകൾ മുട്ടിന് മുകളിൽ വരെ കാലിൻ്റെ മുൻഭാഗത്ത് കൂടിയാണ് പോകുന്നത്. തുടയിൽ അമർത്തി ഉരുട്ടുമ്പോൾ ഈ രക്തധമനികൾ പൊട്ടി തുടയ്ക്കകത്ത് കെട്ടിനിറയും. ധമനി പൊട്ടി 1 ലിറ്റർ രക്തം വാർന്നൊഴുകിയാലും പുറത്തറിയാൻ കഴിയില്ല. മാത്രവുമല്ല, തുടയുടെ വണ്ണം കാര്യമായി കൂടുകയുമില്ല. പരമാവധി 1 സെൻറ്റിമീറ്റർ വ്യാസമേ കൂടൂ. ഉരുട്ടുന്നവർക്കോ മർദ്ദനമേൽക്കുന്നവർക്കോ ഇത് മനസ്സിലാവുകയില്ല. കത്തിക്കുത്തുകൊണ്ടുള്ള മുറിവിനേക്കാൾ മാരകമാണിത്. കുത്തുകൊണ്ടാൽ രക്തം വെളിയിലേക്ക് വാർന്നൊഴുകുന്നത് അറിയാൻ കഴിയും. ആ ഗുരുതരാവസ്ഥ എല്ലാവർക്കും ബോധ്യപ്പെടുമെന്നതിനാൽ ആളെ ഉടൻ ആശുപത്രിയിലാക്കും. എന്നാൽ ഉരുട്ടേൽക്കുന്നവൻ അന്ത്യശ്വാസം വലിക്കുന്ന ഘട്ടമായാലും വെറും മയക്കമാണെന്നേ പോലീസുകാർ കരുതൂ. ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ 5 മുതൽ 6 ലിറ്റർ വരെ രക്തമാണുള്ളത്. അതിൽ 1/3 ഭാഗം നഷ്ടമായാൽ മരണത്തിലേക്ക് നീങ്ങാം. നിമിഷങ്ങൾക്കകം ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകിയാൽ രക്ഷപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. ഉരുട്ടലിൽ രക്തക്കുഴൽ മാത്രമല്ല തകരുന്നത്, പേശികൾക്കും ക്ഷതമേൽക്കും. പേശികൾ തകർന്ന് മയോഗ്ലോബിൻ എന്ന പേശി മാംസ്യം രക്തത്തിൽ കലർന്നാൽ കിഡ്നിക്ക് തകരാറുണ്ടായി മരണം സംഭവിക്കാം. ഇനി അഥവാ ഉരുട്ടലും ഇടിയും ചതവുമൊന്നുമില്ലെന്നിരിക്കട്ടെ, ലോക്കപ്പിലെ അത്യന്തം ഭീതിതമായ അന്തരീക്ഷത്തിൽ ഭീഷണിയും പീഡനവുമുണ്ടായാൽ രക്തസമ്മർദ്ദം കൂടി ഹൃദ്രോഗികൾ പെട്ടെന്ന് മരിക്കും.